ഇതാ ഈ ഒരു ഫ്ലവർ ടേബിൾ ഡെക്കറേറ്റർ ആണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ്. ജെന്യുവിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ശരിക്കും പറഞ്ഞാൽ ഫ്ലവർ ചെയ്യാനല്ല സമയം എടുക്കുന്നത്, അതെന്തിനാണെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പൊ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ടിഷ്യൂ പേപ്പറിന്റെ ആവശ്യമുള്ളൂ. അതങ്ങോട്ട് കട്ട് ചെയ്ത് ഒരു പെറ്റൽ ഇതിന്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പെറ്റലിന്റെ നടുക്കൂടെ ഒരു വെട്ടി കഴിഞ്ഞാൽ എല്ലാം ഓരോ പെറ്റലായിട്ട് കിട്ടുന്ന രീതിയിൽ. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഈ ഫ്ലവർ ഒന്ന് കളർഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പെയിന്റ് ഒക്കെ എടുക്കാന്ന് വെച്ചത്. ഇൻഫാക്ട് പെയിന്റ് വേണം, എന്നാലും അതിനൊരു പോപ്പ് ഓഫ് കളർ കിട്ടത്തുള്ളൂ. പിന്നെ കളർ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തതുപോലെ ഒത്തിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. ഇവിടെയാണ് ഇനി സമയം എടുക്കാൻ പോകുന്നത്. ഈ ഒരു പെറ്റലിന്റെ സംഭവം അങ്ങോട്ട് എടുക്കുക, 2 സൈഡും ഇതുപോലെ ഓരോ കളറിൽ അങ്ങോട്ട് മുക്കിയതൊന്ന് ഉണങ്ങി കിട്ടാനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. അല്ലെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. എന്തായാലും അതിന്റെ നടുക്കോട്ട് ആ ഗ്രീൻ വെച്ചിട്ട് ഒരു ഷെയ്ഡും ഉണ്ടാക്കി കൊടുക്കണം. ആ ഒരു ഇടയ്ക്ക് ഭാഗത്ത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ അത്രയും വെള്ളം മിക്സ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഉണങ്ങി വന്നപ്പോ ദാ കിടക്കുന്നു, ഒരു കളറും കാണുന്നില്ല അതിന്റെ അകത്ത്. അല്ല, ഒരു കളറും കാണുന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സൂക്ഷിച്ചു നോക്കി അതിന്റെ അകത്തൊരു ചെറിയ ലവണ്ടർ ഷെയ്ഡ് ഉണ്ട്. പിന്നെ സിമ്പിൾ ആണ്. ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക, എന്നിട്ട് പെറ്റൽസ് ഓരോന്നായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ പേപ്പർ ഗ്ലാസ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇൻഫാക്ട് പേപ്പർ ഗ്ലാസ് അല്ലെങ്കിൽ അത്രയും നല്ലത്. എന്റെ കയ്യിൽ പെട്ടെന്ന് അത് കിട്ടിയത് കാരണം അത് എടുത്തത്. ഈ ഇളക്കി എടുക്കാൻ നേരം പശ പേപ്പർ ഗ്ലാസ്സിൽ ഒട്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ഇതെന്തോ ഒട്ടിയിട്ടില്ലാത്ത കാരണം സുഖമായിട്ട് ഇളകി വന്നു. അപ്പോൾ ഫൈനലി ഇങ്ങനൊരു ലുക്ക് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഡാർക്ക് ഫ്ലവർ വിത്ത് ഡുവൽ ടോൺ ഒക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ ഉണങ്ങി വന്നപ്പോഴത്തേക്ക് ആ കളറെല്ലാം അങ്ങോട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ട് വെള്ളം അധികം ചേർക്കാതെ മിക്സ് ചെയ്താൽ മതി. അപ്പൊ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.